ഹായ് ഗൈസ്, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പേടി. പേടി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു ചെറിയൊരു പേടിയുണ്ട്. ഇപ്പം റൂമിലൊക്കെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുകയാണെങ്കിലേ പെട്ടെന്ന് വാതിലൊന്ന് തല്ലിയടഞ്ഞാൽ, ചിലപ്പോൾ കാറ്റുകൊണ്ട് തല്ലിയടഞ്ഞായിരിക്കും. എന്നാലും നമ്മൾ അകത്താണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫോണൊക്കെ സ്ക്രോൾ ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഞെട്ടും. നമ്മളെ പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരാൾ വന്നിട്ട് തട്ടിഡായി എന്ന് പറഞ്ഞ് വിളിച്ചാൽ നമ്മൾ പെട്ടെന്ന് ഞെട്ടിയായിരിക്കും. നമ്മൾ കൃഷ്ണമണിയൊക്കെ വികസിച്ചായിരിക്കും നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്. അപ്പൊ ഈ പേടി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിലുള്ളതാണ്. ആ പേടി നമുക്ക് വരാൻ പലതര കാരണങ്ങളുണ്ട്. പക്ഷെ ഈ പേടി ഓവറായാലും പ്രശ്നമാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ജനറേഷനിൽ സത്യത്തിൽ പേടിയുടെ ആവശ്യം അമിതമായിട്ടില്ല. നമുക്കെല്ലാം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശവും അതിനുള്ള നിയമ സംരക്ഷണമുള്ള ഒരു നാട്ടിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. പക്ഷേ ഈ പേടി ഓവറായാൽ എങ്ങനെ അതിനെ നിയന്ത്രിക്കാം? അല്ലെങ്കിൽ ഈ പേടി കൊണ്ട് നമുക്ക് എന്തൊക്കെ മെച്ചങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. ഞാൻ അലൻ MTPL. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പേടി എന്ന് പറയുന്ന സംഭവം നമുക്ക് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പേടിച്ചു എന്ന് നമ്മൾ എങ്ങനെയാണ് ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നമ്മുടെ അത് ഉള്ളിൽ തട്ടും അല്ലേ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അതിനെ സെൻസ് ചെയ്യുന്നുണ്ട് ആ ഒരു പേടി എന്ന് പറയുന്ന സംഭവത്തെ. അപ്പൊ നമ്മുടെ ഈ തലച്ചോറ് എന്ന് പറയുന്നത് ഒരുപാട് മില്യൺസ് ഓഫ് ഇയേഴ്സ് പരിണമിച്ചുണ്ടായതാണ്. അല്ലെങ്കിൽ ഓരോരോ ഘട്ടമായി ഒരു ഇപ്പൊ 100 വർഷം എന്ന് പറയുമ്പോഴത്തേനും തന്നെ നമുക്ക് അതിന്റെ വലിപ്പം മനസ്സിലാവും. അപ്പൊ കോടിക്കണക്കിന് വർഷം എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ട് ചെറിയ ചെറിയ ബ്രിക്ക് ബൈ ബ്രിക്ക് ഉണ്ടാക്കി വെച്ച സംഭവമാണ് നമ്മുടെ ഈ പറയുന്ന ഈ തലച്ചോറ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആദിമ മനുഷ്യനുണ്ട്, നമ്മുടെയൊക്കെ ആദ്യ പൂർവികർ. അപ്പൊ അവര് കാട്ടിൽ ജീവിച്ചവരാണ്. അവർക്ക് നമ്മൾ ഈ പറയുന്ന പോലെ സേഫ് ആയിട്ടുള്ള ഒരു വീട്ടിനുള്ളിൽ കഴിയാനുള്ള ഒരു സൗകര്യമൊന്നും അന്നില്ലായിരുന്നു. അവരത്രയും ഡെവലപ്പ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അവർക്ക് മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇല അനങ്ങുന്നു എന്നിരിക്കട്ടെ, ആ ഇലയുടെ പുറകിൽ സിംഹമാകാം, കടുവയാകാം, അല്ലെങ്കിൽ ഒരു മുയലാകാം, അല്ലെങ്കിൽ ഈ ആദിമ മനുഷ്യർക്ക് വേട്ടയാടാൻ പറ്റുന്ന ജീവികൾ, അവർക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന സംഭവങ്ങളും ആകാം അത്. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഒരു ഇരുട്ടിൽ നിന്നും ഒരൊച്ച കേട്ടാൽ ഏറ്റവും സേഫ് സോൺ എന്ന് പറയുന്നത് ഓടുക എന്നുള്ളതാണ്. അവിടെ നിന്നും നമ്മൾ സ്ഥലം വിടുക, നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് അവിടെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് എങ്ങനെയാണ് ഇത്രമാത്രം ഈ പേടി വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് പെട്ടെന്ന് ഈ പാനിക്കാവുന്നത് എന്ന്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചെറുപ്പത്തിലെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതിന് വലിയൊരു പങ്കുണ്ട്. കുട്ടിക്കാലത്ത് നമ്മളെ ഈ പ്രേതത്തിനെയും ഭൂതത്തിനെയും ഒക്കെ പേടിപ്പിച്ചാണ് വളർത്തുന്നതെങ്കിൽ, ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഈ മറ്റേ മുത്തശ്ശി കഥ പോലെയൊന്നും അല്ല പറയുന്നത്. കുറച്ചും കൂടെ അവർക്ക് എന്തും ആക്സസ് ചെയ്യാമല്ലോ. ഇനി ഇൻ കേസ് സീരീസ് ആക്സസ് ചെയ്യാം, മൂവീസ് ആക്സസ് ചെയ്യാം. അപ്പൊ അതുപോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇതൊരു മൂവിയാണ് എന്ന് പോലും മനസ്സിലാക്കാതെ ഇതിനകത്ത് നമ്മൾ അങ്ങനെ ഒരു അഡിക്റ്റീവ് മെന്റാലിറ്റി ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ചൈൽഡ്ഹുഡ് ആയിട്ട് പറയുന്നത്, നമുക്ക് ആ ഒരു വിവരമൊക്കെ വെച്ച് വരുന്ന ഒരു സമയത്ത്, അപ്പൊ ആ സമയത്ത് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പേടി ഉള്ളിൽ തട്ടി നമുക്ക് ഒരുപാട് പാനിക് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവാം. ഈ പേടി കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട്, നമുക്ക് ഒരുപാട് രക്ഷപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ട്. നമ്മൾ പലപ്പോഴും വണ്ടി ഒരുപാട് സ്പീഡിൽ ഓടിക്കാത്ത എന്തുകൊണ്ടാണ്? വണ്ടി സ്പീഡ് കൂട്ടുമ്പോൾ നമുക്ക് ത്രില്ലുണ്ടാവും, അഡ്രിനാലിൻ ഉണ്ടാവും. പക്ഷേ വണ്ടി സ്പീഡ് കൂട്ടിയാൽ അപകടം ഉണ്ടാവുമെന്ന് നമുക്കറിയാവുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വണ്ടി വളരെ പതുക്കെ, വളരെ മാന്യമായിട്ട് റോഡിൽ കൂടി ഓടിച്ചുകൊണ്ട് പോകുന്നു. നമ്മളൊരു ചെറിയ മൂർച്ചയുള്ള കത്തിയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും നമുക്ക് അത് കയ്യിലൊന്നും കൊള്ളാതെ മുറിയാതെ നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടാണ്? അതിലൊരു അപകടമുണ്ട് എന്ന് നമ്മൾ അറിയുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് ഈ ഒരു അപകടം സെൻസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുമുണ്ട്. പക്ഷേ ചില ദോഷങ്ങളുമുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ പാനിക്കാവാം, നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ടെൻഷൻ ആവാം. അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഈ പേടിക്കുണ്ട്. അപ്പൊ ഈ ഒരു പേടിയെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. പേടിയെ മാറ്റിയെടുക്കാനുള്ള ഏറ്റവും ഒരു നല്ല വഴി, അല്ലെങ്കിൽ ഏറ്റവും ഒരു ഗുഡ് വേ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള സംഭവം എന്താണ്, അത് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത്, ഇനിയിപ്പോ അർദ്ധരാത്രി സെമിത്തേരി പോയി കിടക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം കൂടി പിടിച്ചൊരു ഒരു പരുവത്തിലാകും. ഞാൻ പറഞ്ഞതല്ല. ഇൻ കേസ് നിങ്ങൾക്ക് ചെറിയ 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 പേടിയുള്ള സംഭവങ്ങളൊക്കെ കാണുമല്ലോ. ഇപ്പൊ നിങ്ങളൊരു ഒരു ഒരു ചെറിയ രീതിക്കൊക്കെ ഉയരത്തെ പേടിക്കുന്ന ഒരാളാണെങ്കിൽ, ചെറിയ രീതിക്കൊക്കെ ഉയരം ആക്സസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഒരു 1-ാം നിലയുടെ മുകളിൽ നിന്നൊക്കെ താഴേക്ക് ഒന്ന് നോക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഹൈറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് പെയ്യെ ആ ഒരു പെയ്യെ മാറി കിട്ടും. ഇത് നമ്മളൊരു സൈക്കിൾ ചവിട്ടുന്ന പോലെയാണ്. നമ്മൾ എക്സസൈസ് നമ്മൾ പരമാവധി അധ്വാനിച്ച് വേണം ഈ പേടി എന്ന് പറയുന്ന ഫാക്ടറിനെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒന്ന് എടുത്ത് കളയാം. പക്ഷെ അത് പെട്ടെന്ന് അങ്ങനെ പോകില്ല. നമ്മുടെ ഉള്ളിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ മനസ്സെന്ന് വെച്ച് ബ്രെയിൻ ആട്ടാ. ഈ ബ്രെയിനിൽ ഇതെല്ലാം റെക്കോർഡായിട്ട് കിടക്കുന്നത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ഇത് ഒരുപാട് ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട്, ഈ ഒരു അമിത പേടി ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട്, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മൾ പേടിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളോട് ചെന്ന് സംസാരിക്കാനാണ് ഏറ്റവും വലിയ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസിനോട് ചെന്ന് സംസാരിക്കാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പേടിയെങ്കിൽ, ബോസിനോട് ചെന്ന് സംസാരിക്കുക. ബോസിനോട് ചെന്ന് സംസാരിക്കുന്നു എന്നൊന്നും പറയുന്ന ഒരു 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 വലിയ ഡീലല്ല. അപ്പോൾ അങ്ങനെയുള്ള ആർക്കും ദോഷമില്ലാത്ത, എന്നാൽ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടുന്ന രീതിക്ക് നമ്മുടെ ഉള്ളിലെ പേടി മാറ്റിയെടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പേടിയെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കുറെ അധികം
വിശ്വാസങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഓരോരുത്തരുടെയും വിശ്വാസങ്ങൾ അവരവർക്ക് വിലപ്പെട്ടതാണ്. പക്ഷേ ഇതൊന്നും മോശമാണ് എന്ന് നമ്മൾ ആരോടും പറയുന്നുമില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും അവരുടേതായ ഒരാളുടെ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുമ്പോൾ ഒരു തരത്തിലുള്ള വിശ്വാസങ്ങളും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഐ മീൻ ഇല്ലീഗൽ ആയിട്ടുള്ളതൊന്നും ഞാൻ പറഞ്ഞേ, നിയമപരമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ എന്നാലും നമ്മൾ ഈ ഭൂതപ്രേത അങ്ങനത്തെ പേടികള്, പിന്നെ കുറച്ച് ഇല്ലാത്ത പിന്നെ മാടൻ, ജാതൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പേടിക്കുന്നു. അങ്ങനെ ഈ ആവശ്യമില്ലാത്ത പേടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതെന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ ബേസിക് നേച്ചറിൽ ഇതൊന്നും അബ്നോർമൽ ആയിട്ടൊന്നും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് പിടികിട്ടും. വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് വലിയ സീനില്ലാത്ത കേസാണ്. എന്റെ തലച്ചോറിന്റെ പ്രശ്നമാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മള് ചെയ്തിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുക. നമ്മൾ കുറച്ചും കൂടെ ഈ ഭൂതപ്രേത സംഭവങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തൊന്ന് തള്ളി മാറ്റി വെക്കുക. പിന്നെ രാത്രി ഇപ്പോ തനിയെ ഒരു ഇരുട്ടത്തൂടെ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മൾ എക്സർസൈസ് കൊടുക്കുക. നമ്മുടെ 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 തലച്ചോറിന് നമ്മൾ എപ്പോഴും ഈ മനസ്സെന്നാണല്ലോ നമ്മൾ പറയുന്നത്. നമ്മളങ്ങനെയാണല്ലോ പറഞ്ഞു പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തലച്ചോറിന് കുറച്ച് ഇങ്ങനെയുള്ള എക്സർസൈസ് ഒക്കെ കൊടുക്കുക. അപ്പം അതിന്റെ ന്യൂറോൺസ് ഒക്കെ സെറ്റ് ആയിട്ട് നമുക്ക് റെഡി ആയി കിട്ടും. നമുക്ക് ആ ഒരു പേടി എന്ന് പറഞ്ഞ ഫാക്ടർ കുറച്ചൊക്കെ നമുക്ക് മാറി കിട്ടും.